ഹായ് ഹലോ നമസ്കാരം. സ്റ്റാർസ് ഓഫ് അറേബ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ 3 ആണ്. ഞങ്ങൾ ബാക്കുവിൽ വന്നിട്ട് അസർബൈജാനിൽ വന്നിട്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഗോബുസ്ഥാൻ എന്ന് പറയുന്ന ഏരിയയിലേക്കാണ്. ആദ്യം ഞങ്ങൾ പോകുന്നത് ഗോബുസ്ഥാൻ റോക്ക് ആർട്ട് മ്യൂസിയം കാണാനാണ്. അത് കഴിഞ്ഞിട്ട് മഡ് വോൾക്കാനോ കാണാൻ കിടുവാണ്. എല്ലാം കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ്, അതായത് വീഡിയോ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് എടുത്തിട്ട് ചെറിയൊരു വളരെ 4 മിനിറ്റിൽ ഒതുങ്ങുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഗോബുസ്ഥാനിലെ പെട്രോഗ്ലിഫ് മ്യൂസിയത്തിലേക്കാണ്. ഇപ്പോൾ നല്ല ഉച്ച സമയമാണ്. നല്ല ചൂടുണ്ടെങ്കിൽ ഈ മേലെ കാണുന്ന പാറയുടെ മുകളിൽ നിന്ന് നല്ല തണുത്ത കാറ്റ് വരുന്നത് നമുക്ക്. അപ്പോൾ ഇത് പുറത്തുനിന്ന് കണ്ടാൽ ഈ മ്യൂസിയം ഒരു വീടായിട്ടാണ് തോന്നുക. പക്ഷേ മേലെയും ഇതേപോലെ താഴെയും അണ്ടർഗ്രൗണ്ടിൽ താഴെയും ഇതേപോലെ 10-13 റൂമുകളിലാക്കിയിട്ട് ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറയുക ഇത് കൺസ്ട്രക്ഷൻ 2010 മറ്റോ കണ്ടാണ് അസർബൈജാൻ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒത്തിരി വർഷം പഴക്കമുള്ള പല സംഗതികളും ഞങ്ങളിവിടെ കണ്ടു. ഞങ്ങൾ തന്നെ മനസ്സിലാക്കിയാണ്, ഗൈഡിന് ലാംഗ്വേജിൻ്റെ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ തന്നെ മനസ്സിലാക്കിയെടുത്ത കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ എഴുതി വെച്ചിട്ടുണ്ട് കുറേയൊക്കെ ഇംഗ്ലീഷിൽ. പഴയ ഭാഷകൾക്ക് മുമ്പ് എഴുത്തുകളിൽ കൂടെ അറിയാമെന്ന് പറയുന്നൊരു സംവിധാനമാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. താഴെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് മൃഗങ്ങളുടെ ബോണ് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഇവർ ഉപയോഗിച്ച് പഴയകാലം വളരെ പഴയകാല സംഭവങ്ങൾ ഇവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, പിന്നെ ഇവർ പഴയ ഓർണമെൻറ്റ്സ് കാര്യങ്ങൾ, ഇവരുടെ ആയുധങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇനി പതിയെ ഞങ്ങൾ പോകുന്നത് ഒരു പ്രത്യേക സ്ഥലത്താണ്. ആ പ്രത്യേക സ്ഥലങ്ങളിൽ ഒന്ന് ഞങ്ങളിപ്പം പോകുന്നത് ഗോബുസ്റ്റാൻ സ്റ്റേറ്റ് ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചർ റിസർവിലേക്കാണ്. ഒരുപാട് പാറക്കൂട്ടങ്ങളും അതിനിടയിൽ കുറേ കാര്യങ്ങൾ. ഇവിടെ ഒരു ഫ്ലവർ ഉണ്ട്. ഈ ഒരു ഫ്ലവർ ലേഡീസിന് ഗൈനക് സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാണ്ടാക്കും ഇതിൻ്റെ ടീ കുടിച്ചാൽ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് ഒത്തിരി പാറക്കൂട്ടങ്ങളും ഒരുപാട് കാര്യങ്ങളും കാണാൻ പറ്റി. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ഹിസ്റ്ററി ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് മഡ് വോൾക്കാനോ ആണ്. മഡ് വോൾക്കാനോ എന്ന് പറയുമ്പം ഒരുപാട് പേര് ബാക്കുവിലൊക്കെ വന്നവർ പോയിട്ടുണ്ടാവും. അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക, കുറേ മൺകൂനകൾ ഇങ്ങനെ ഉള്ളിൽ നിന്ന് മഡിങ്ങനെ പുറത്തേക്ക് തള്ളുന്നൊരു സംഭവമാണ്. നല്ല രസമുണ്ട് കാണുന്നേ. ഞങ്ങൾ മഡ് വോൾക്കാനോ എന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു കുപ്പി നിറയെ മഡും എടുത്തിട്ട് ഇറങ്ങി. സ്കിന്നിന് അത്രയും നല്ല സംഭവമല്ലോ. റൂമിൽ വന്ന് ഞങ്ങൾ ഫ്രഷായി നൈറ്റ് വാക്കിന് ഇറങ്ങിയിരിക്കുകയാണ്. ഒട്ടും ചൂടില്ല, എന്നാൽ ഒരുപാട് തണുപ്പില്ല. നല്ല സേഫായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലവുമാണിത്. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നല്ല രസത്തിൽ ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡും സ്ട്രീറ്റിൽ നടക്കുന്ന ഒരുപാട് ആംബിയൻസും കാര്യങ്ങളും ഇങ്ങനെ ഒരു അടിപൊളി വൈബാട്ടോ ഇതുവഴി നടക്കാൻ. അപ്പം എല്ലാം നടന്ന് ഞങ്ങൾ ഇനി കുറച്ച് നേരം കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോകും. ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ്, 4 മിനിറ്റിൽ ഒതുങ്ങുന്ന വീഡിയോ ആണ്. എല്ലാവരും കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.